ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസമായ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തട്ടത്ത് മലയാണ്. നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ നിൽക്കുന്നതെന്നല്ലേ? റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. തട്ടത്ത് മല റോഡ് സൈഡിൽ ഇത് ഇങ്ങനെയുള്ള എന്താ പ്രതിമകളൊക്കെ വിൽക്കുന്ന ഒരു കടയിലാണ് വന്നിട്ടുള്ളത് നമ്മളിന്ന്. അത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാർഡൻ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത്. നല്ല മാനും, അത് തമിഴ്നാട് അരയന്നമായിരുന്നു കേട്ടോ. ഈ ഈ ഈ അതായത് ഈ ബ്ലൂവും ഗ്രീനുമായിട്ടുള്ള കളർ കോമ്പിനേഷനിലിരുന്നത് തമിഴ്നാട് അരയനായിരുന്നു കേട്ടോ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നതും അത് തന്നെയാണ്, പക്ഷേ റെഡും ഓറഞ്ചും കോമ്പിനേഷനാണെന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് മുയലും അതുപോലെ തന്നെ പീക്കോക്കും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ പെണ്ണിങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല റെഡ് കളറ്, നല്ല റെഡ് എനിക്കിഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു തവളയൊക്കെ ഉണ്ടായിരുന്നു. തവളയുടെ കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. അത് സൂപ്പറാണ്. ഇതിൻ്റേത് നല്ലത്. അതിന് അകത്ത് കുറച്ച് തവള കളക്ഷൻസ് ഉണ്ട്. അത് ഇനി കാണിക്കും, നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കളിമണ്ണിലൊക്കെ തീർത്തിട്ടുള്ള ഐറ്റംസ് ആണ്. ബുദ്ധൻ്റെ തല, ബുദ്ധൻ, പിന്നെ ഈ കൃഷിക്കാരൻ ഒക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ഫ്രണ്ടിലത്തെ കളക്ഷൻസ് ആണിത്. പിന്നെ ഈ സെറാമിക്സിൻ്റെ പോട്ട്, ഇത് അധികം മീൻസ് എല്ലായിടത്തും കാണാൻ പറ്റുന്നതാണ് അല്ലേ ഈ പോട്ട്. പിന്നെ ചെടിച്ചട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഈഗിള് സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളി ഈഗിളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈഗിള്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഗാർഡനൊക്കെ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ക്രൈസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും കേട്ടോ. വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പൂവൊക്കെ വാങ്ങിച്ച് വെച്ചാൽ മതി. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിലാണ് ഉള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ അത് പുറത്തത് കണ്ട് കഴിഞ്ഞിട്ട് അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അകത്ത് കുറച്ച് ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തവള കളക്ഷൻ ഇല്ലേ, അത് ഇതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പച്ച തവളകൾ. പിന്നെ ഇത് കണക്ക് അരയന്നവും കൊക്കും റാബിറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ മഷ്റൂം പോലത്തെ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഇങ്ങനെ പശുവിൻ്റെയൊക്കെ സെറാമിക്സിൻ്റെ സാധനങ്ങൾ. ഈ കോഴി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി കോഴി, പറയാതിരിക്കാൻ വയ്യ. നല്ല കളർ കോമ്പിനേഷനൊക്കെ എന്നിട്ട് നല്ല പൂവൻ കോഴിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അരയന്നം, കൊക്ക്, ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ മാനൊക്കെ പുറത്തും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഈ ഗണപതിയുടെ വിഗ്രഹങ്ങൾ, ചൈനീസ് ബുദ്ധൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇവിടെ മുമ്പും വന്നിട്ടുണ്ട്. മുമ്പ് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പെയിൻ്റാണ് കേട്ടോ. ഇവിടുത്തെ നല്ല പെയിൻ്റാണ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പെയിൻ്റാണ്. ഈ ഗണപതി എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഗണപതി, നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു വൈബ് വരുന്ന ഗണപതിയാണ്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, പെണ്ണുങ്ങളുടെ പ്രതിമകൾ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വീടിനകത്തും അലങ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ സിംഹം, അത് പറയാതിരിക്കാൻ വയ്യ. സിംഹം നന്നായിട്ടുണ്ട്. നമുക്ക് ഗേറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിംഹമുണ്ട്. പിന്നെ ഫൗണ്ടെയിൻസ് ഉണ്ട്, നമ്മൾ ബാറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫൗണ്ടെയിൻസ് ഉണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന നിർമ്മാണശാലയാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കൂടെ ഞാൻ സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.